അമേരിക്ക സർവനാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പ്രകൃതിയുടെ പരീക്ഷണത്തിൽ തോറ്റ നിങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ഇനി എന്തൊക്കെ ചെയ്താണ് നിങ്ങൾ ആ പഴയ കാലം തിരികെ കൊണ്ടുവരിക? സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ അമേരിക്കയാണ് ലോകശക്തി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരുടെ പുതിയ തലമുറ വളരെ പുച്ഛത്തോടെ ചോദിക്കുകയാണ്, അഹങ്കാരം അവസാനിപ്പിച്ച് യാഥാർത്ഥ്യത്തിൽ ജീവിച്ചുകൂടെ എന്ന്. അതെ, അമേരിക്കയുടെ നല്ല കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും അഹങ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള നിങ്ങളുടെ മറുപടി എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സ്വന്തം കാൽ കീഴിലാണ് ലോകം തിരിയുന്നത് എന്ന് അഹങ്കരിച്ച അമേരിക്കയുടെ കള്ളത്തരങ്ങൾ ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. അധികാര കസേരയിൽ കയറി 100 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ ഭീതിയായ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന നിലപാട് സ്വീകരിച്ച ട്രംപിനെ എല്ലാവരും ചേർന്ന് നാണം കെടുത്തുകയാണ്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കാനും അത് തീർക്കാനും ഒരേപോലെ ഉത്സാഹം കാണിക്കുന്ന അല്ലെങ്കിൽ കാണിച്ച മറ്റൊരു രാജ്യം ഇവിടെ ഉണ്ടാകില്ല. ഞൊടിയിടയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വീമ്പിളക്കി അമേരിക്കൻ സിംഹാസനത്തിൽ കയറി ഇരുന്ന ട്രംപിനും ഒന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല, റഷ്യയുടെ ഭൃത്യനാണെന്ന പഴിയും കേൾക്കേണ്ടതായി വന്നു. ആദ്യം തന്നെ യുദ്ധത്തിന് ഉക്രൈനെ സജ്ജമാക്കിയതും പിന്നീട് ഉക്രൈനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടതുമൊക്കെ ഇതേ അമേരിക്കയാണെന്ന് ഓർക്കണം. അമേരിക്കയിൽ മാറിയത് നേതാക്കൾ മാത്രമാണ്. ട്രംപ് വന്നതോടെ ബൈഡന്റെ നയം തിരുത്തപ്പെട്ടു. ഉക്രൈനൊപ്പം നിൽക്കുക എന്ന നിലപാട് മാറ്റി എഴുതിയ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതാകട്ടെ റഷ്യയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ്. അതിന് ഉക്രൈന്റെ മണ്ണിലെ ധാതുക്കൾ പോലും ട്രംപ് ആവശ്യപ്പെട്ടു. എന്തായാലും യുദ്ധം ഇത്രത്തോളം വഷളാക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങിയെന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ വാക്കിനോ പ്രവർത്തിക്കുമോ ഒന്നും ആർക്കും വലിയ വിലയൊന്നുമില്ലെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം നിയന്ത്രിക്കുന്ന ഇല്ലുമിനാറ്റികളാണ് അമേരിക്ക എന്ന അഹങ്കാരത്തിന്റെ നെറുകിലിരുന്ന് ഊർന്നു വീഴുന്ന ട്രംപിനെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാൽ ആദ്യം തീർപ്പാക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധമാണെന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പോലും. മാത്രവുമല്ല, താൻ അധികാരത്തിലേറിയാൽ 100 ദിവസത്തിനുള്ളിൽ യുദ്ധം ഒത്തുതീർപ്പാക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ് ചെയ്തത്. ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഉക്രൈനിലെ സംഘർഷത്തിൽ ട്രംപ് തന്റെ ക്ഷമയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. റഷ്യൻ ഉക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള ഏകദേശം 90 മിനിറ്റ് നീണ്ടുനിന്ന 2ാം ഘട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് തുർക്കിയിലെ അമേരിക്കൻ അംബാസഡറും സിറിയയുടെ പ്രത്യേക പ്രതിനിധിയുമായ ടോം ബരാക് ഈ പരാമർശം നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉക്രൈന്റെ വ്ളാഡിമിർ സെലൻസ്കി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നതതല കൂടിക്കാഴ്ച നടന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുവെന്ന് ബരാക് സൂചിപ്പിക്കുകയും ചെയ്തു. അതേസമയം സെലൻസ്കിയോടും പുടിനോടും പരസ്യമായി നിരാശ പ്രകടിപ്പിച്ച ട്രംപിന് ഇക്കാര്യത്തിൽ ക്ഷമ നശിച്ചിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തുർക്കിയുടെ പദവി കണക്കിലെടുക്കുമ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കിക്ക് സാധിക്കുമെന്നും ബരാക് അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള എതിർപ്പ് ഉക്രൈൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആദ്യ റൗണ്ട് സമാധാന ചർച്ചകൾക്കായി റഷ്യ നിർദ്ദേശിച്ച തീയതിയിൽ സെലൻസ്കി തുർക്കിയിലെത്തിയെങ്കിലും പുടിൻ ചർച്ചയിൽ നിന്നും അവസാന സമയത്ത് പിന്മാറുകയായിരുന്നു. പുടിനും സെലൻസ്കിയും ട്രംപുമായുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉടനടി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം ടേമിൽ റഷ്യ ഉക്രൈൻ യുദ്ധം കൈകാര്യം ചെയ്ത രീതി യുഎസിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുന്നതിനും അതുപോലെ ഉക്രൈന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്. ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ റഷ്യ ആനുപാതികമില്ലാതെ അനുകൂലിക്കുന്നതായിരുന്നുവെന്ന് വിമർശനങ്ങളും വന്നു. അപ്പോഴും കഴിഞ്ഞ 3 വർഷമായി യൂറോപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗോള സമൂഹം വിചാരിച്ചത്. കയറി വന്ന ഉടൻ തന്നെ മല മറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെയും വാഗ്ദാനം. എന്നിട്ടോ സമാധാന ശ്രമങ്ങളൊക്കെ വെള്ളത്തിലായി. ഉക്രൈന്റെ ധാതുക്കളിലെ 50% അവകാശം ചുളുവിൽ അടിച്ചു മാറ്റാൻ നോക്കിയ ട്രംപിന് നല്ല പണിയാണ് അവിടെ നിന്നും കിട്ടിയത്. യുദ്ധം അവസാനിച്ചില്ലെന്ന് മാത്രമല്ല, യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും പറയുന്നു. ക്രിമിയയെ റഷ്യൻ പ്രദേശമായി അംഗീകരിക്കുക, ഉക്രൈന്റെ നാറ്റോ മോഹം നിർത്തുക, മോസ്കോക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നിവ പുടിന്റെ ഭരണകൂടം നിർദ്ദേശിച്ചവയാണ്. ഉക്രൈന്റെ അർത്ഥവത്തായ സുരക്ഷാ ഉറപ്പുകൾ നൽകാതെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അത്തരം ഇളവുകൾ അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുക മാത്രമല്ല, റഷ്യയുടെ പ്രാദേശിക ആക്രമണത്തെ നിയമവിധേയമാക്കുകയും ചെയ്യുന്നതാണ്. ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയും സാമ്രാജ്യത്വ താൽപര്യങ്ങൾ പിന്തുടരുകയും ചെയ്ത അമേരിക്കയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇതിന് പ്രതീക്ഷിക്കേണ്ടല്ലോ, അല്ലേ?
ട്രംപിന്റെ ഇത്തരം നയങ്ങളൊക്കെ തന്നെ ധാർമ്മികമായി വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. യുഎസിന്റെ പിന്തുണയുള്ള രാജ്യമെന്ന നിലയിൽ ഉക്രൈന്റെ ധാതു എണ്ണ വിഭവങ്ങളുടെ 50% ഉടമസ്ഥാവകാശം അദ്ദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ സഖ്യം കെട്ടിപ്പടുക്കുന്നതിന് പകരം ചൂഷണപരമായ രീതികളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങളാണ് ട്രംപിനെ എപ്പോഴും വിമർശന വിധേയനാക്കിയത്. യൂറോപ്യൻ സഖ്യകക്ഷികളെയും ഉക്രൈനെ തന്നെയും പലപ്പോഴും മാറ്റി നിർത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ ഇടപെടൽ അറ്റ്ലാന്റിക് സമുദ്ര ബന്ധങ്ങളെയും വഷളാക്കുകയാണ്. തന്ത്രപരമായ യോജിപ്പിനേക്കാൾ വ്യക്തിപരമായ ബന്ധത്തിന് മുൻഗണന നൽകുന്നതായി കാണപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നും സംശയത്തോടെയാണ് ആഗോള സമൂഹം നോക്കിക്കാണുന്നത്. ആഭ്യന്തര തലത്തിൽ ട്രംപിന്റെ പൊരുത്തക്കേടുള്ള വിദേശ നയം ഇരു കക്ഷികളുടെയും വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഉക്രൈന്റെ പ്രതിരോധ ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ വിമുഖതയും റഷ്യയോടുള്ള അദ്ദേഹത്തിന്റെ കരുണയും ആഗോളതലത്തിൽ യുഎസ് നേതൃത്വത്തെ ദുർബലപ്പെടുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കയുടെ ആഗോള ശക്തി കുറയുന്നതിന്റെ പ്രധാന ലക്ഷണമായിട്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പരാജയം കണക്കാക്കപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ അപ്രാപ്തി അതിന്റെ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സൈനിക, സാങ്കേതിക, സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ അപ്രമാദിത്വം തുടരുന്ന അമേരിക്കയ്ക്കേറ്റ വലിയ അടി തന്നെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാതെ വന്നത്. ഈ കാര്യം നമുക്ക് വ്യക്തവുമാണ്. ലോക സമാധാനത്തിന് യുദ്ധവിരുദ്ധ നയം സ്വീകരിക്കുന്ന അതേ അമേരിക്ക കോടിക്കണക്കിന് രൂപയുടെ ആയുധ കച്ചവടമാണ് യുദ്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ തന്നെ ആദ്യഘട്ടത്തിൽ അധിനിവേശം നടത്തിയ റഷ്യയോട് പോയി യുദ്ധം ചെയ്യാൻ ഉക്രൈന്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുത്തതും അമേരിക്ക എന്ന രാഷ്ട്രമാണ്. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു വിഷയം അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തത് എന്നുകൂടി പറയാം. ഒന്നാമത്തത് സൈനിക പ്രതാപത്തിന്റെ തളർച്ചയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന്റെ സഹായം ലഭ്യമായിട്ടും റഷ്യയുടെ മുന്നേറ്റം തടയാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത് അമേരിക്കയുടെ സൈനിക ശക്തിയുടെ പ്രതാപത്തിൽ സംശയമുയർത്തുന്ന കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷം ഇത് മറ്റൊരു സൈനിക പരാജയമായിട്ട് തന്നെയാണ് അമേരിക്കയെ കണക്കാക്കപ്പെടുന്നത്. 2. ആഗോള സഖ്യങ്ങളുടെ വിശ്വാസക്ഷയമാണ്. ഉക്രൈനിൽ നിന്നുള്ള സഹായം കുറച്ചതോടെ അമേരിക്കയുടെ സഖ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയിക്കാനിടയായി. ഇത് നാറ്റോയുടെ ഭാവിയെ സംബന്ധിച്ചും ആഗോള സുരക്ഷാ ക്രമത്തിന്റെ സ്ഥിരതയെ സംബന്ധിച്ചും ആശങ്കകൾ ഉയർത്തുന്നതാണ്. 3. ആഗോള ശക്തികളുടെ പുനഃസംഘടനയാണ്. റഷ്യയും ചൈനയും അടങ്ങിയ ആക്സിസ് ഓഫ് അപ്ഹീവൽ എന്ന സഖ്യം അമേരിക്കയുടെ ആഗോള ശക്തിയെ വെല്ലുവിളിക്കുന്നതാണ്. ഈ സഖ്യം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ഇത് അമേരിക്കയെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. 4. ആഗോള ദക്ഷിണത്തിന്റെ നിരാശയാണ്. ആഗോള ദക്ഷിണത്തിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ നയങ്ങളിൽ നിരാശ പ്രകടിപ്പിക്കുന്നവരാണ്. ഉക്രൈനുള്ള പിന്തുണയിൽ അമേരിക്കയുടെ അപ്രാപ്തി ഈ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. 5. ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. ഉക്രൈൻ യുദ്ധം ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളിലും പ്രതിഫലിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഡോളറിന്റെ ആഗോള സ്ഥാനത്തെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പരാജയം അതിന്റെ ആഗോള ശക്തിയുടെ കുറവിന്റെ സൂചന തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അതുപോലെ അമേരിക്കയുടെ ആധിപത്യം ഒരു ചോദ്യചിഹ്നമാകുന്നതിന്റെയും ലക്ഷണമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ പറയൂ, ഇത് അമേരിക്കയുടെ മാത്രം പരാജയമാണോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.